ദൈവനാമത്തോടെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 ദിനവൃത്താന്തം 20:17 ഇങ്ങനെ വായിക്കുന്നു. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. അതെ, ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, അവരുടെ നേരെ ചെല്ലുവിൻ. അതെ, യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് കർത്താവ് ഉറപ്പും കൊടുക്കുന്നത്. അതെ, യഹോശാഫാത്ത് ഭയപ്പെട്ടിരിക്കുക, എതിർ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടിരിക്കുക. ആരാണ് യഹോശാഫാത്തിന് എതിരെ വന്നത്? കർത്താവിന്റെ വചനം പറയുന്നു, അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോട് കൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ഈ 3 കക്ഷികൾ യുദ്ധത്തിന് വന്നപ്പോൾ യഹോശാഫാത്ത് ഭയപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ യഹോശാഫാത്തും തൻ്റെ ജനവും ദൈവസന്നിധിയിൽ ആലോചനയ്ക്കായിട്ടിരിക്കുന്നു, ദൈവമുഖം അന്വേഷിക്കുന്നു. അതെ, ദൈവത്തിന്റെ അരുളപ്പാട് യഹോശാഫാത്തിനുണ്ടാകുകയാണ്. അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. യുദ്ധം നിങ്ങളുടേതല്ലെന്ന കർത്താവ് പറയുന്നത്. അതെ, എൻ്റെ ആകുന്നു യുദ്ധമെന്ന് കർത്താവ് ഉറപ്പ് കൊടുക്കുക. നിങ്ങൾ യുദ്ധം ചെയ്യണ്ട, ഞാൻ യുദ്ധം ചെയ്തോളാമെന്ന് കർത്താവ് ഉറപ്പ് കൊടുക്കുക. ഇത് കേട്ട യഹോശാഫാത്ത് എന്താണ് ചെയ്തത്? യുദ്ധത്തിനായി തൻ്റെ സൈന്യത്തെ ഒരുക്കുകയാണോ ചെയ്തത്? അല്ല, ഒരു വർഷിപ്പ് ടീമിനെ ഒരുക്കി. പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവത്തിന്റെ അരുളപ്പാട് സ്വീകരിച്ച യഹോശാഫാത്ത് യുദ്ധത്തിനായി വലിയൊരു ടീമിനെ ഒരുക്കാതെ ഒരു വർഷിപ്പ് ടീമിനെ ഒരുക്കി. കർത്താവിന്റെ വചനം അതിന്റെ 21-ഉം 22-ഉം ഇങ്ങനെ വായിക്കുന്നു, യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സേയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. കർത്താവ് പറഞ്ഞ വാഗ്ദത്തം അവർ കാണുകയാണ് ചെയ്യുന്നത്. യുദ്ധം നിങ്ങളുടേതല്ല, എന്റേതത്ര എന്ന് പറയുന്ന വാഗ്ദത്തം അവർ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എത്ര വലിയ വിഷയമായിരുന്നാലും ദൈവ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണോ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ, നിശ്ചയമായിട്ടും ഇന്നൊരു ദൂത് വിളിച്ചു പറയാം. നിങ്ങളായിരിക്കുന്ന ആ മഹാപർവ്വതമായിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയം നിങ്ങളുടെ മുമ്പിൽ അത് മഞ്ഞുരുകുന്നത് പോലെ ഉരുകി മാറും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചില മഹാപർവ്വതങ്ങൾ അത് നിങ്ങളുടെ മുമ്പിൽ സമഭൂമിയായി മാറുവാൻ പോകുന്നു. അത് രോഗമായിരിക്കാം, കടഭാരമായിരിക്കാം, വലിയ പ്രതിസന്ധിയായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി ഇന്ന് പകലിൽ യുദ്ധം ചെയ്യുന്നു. യേശു നിങ്ങളോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, യേശു നിങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പ്രതിസന്ധിയിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ മഹാപർവ്വതമെന്ന വലിയ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ യേശു കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് അതെ നിങ്ങളോട് ദൂതറിയിക്കുന്നു. നിങ്ങൾ ആ വിഷയത്തിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു. നിങ്ങൾ ആ വലിയ രോഗത്തിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു. നിങ്ങൾ ആ വലിയ കടക്കണിയിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു. നിങ്ങൾ ആ കേസിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായി ആരോടോ ആലോചന അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുക്കുന്നെങ്കിൽ നിങ്ങളും ആ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആ വിടുതൽ കാണുവാൻ പോകുന്നു. യഹോശാഫാത്തും തന്റെ ജനവും കണ്ടതുപോലെ വിശ്വസിച്ചാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി. ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യഹോശാഫാത്തിനെയും തൻ്റെ ജനത്തിനെയും ശത്രുവിന്റെ കരത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ ഈ ജനത്തെ അവർ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ നിന്നും വിടുവിച്ചാട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നന്ദി. സകലമാനുമത്വം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങൾ അനേവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.